കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ബാല്യകാല സുഹൃത്തും ക്രിക്കറ്ററുമായ വിനോദ് കാംബ്ലിയുമായി നടത്തിയ കൂടിക്കാഴ്ച ഏറെ ചർച്ചയായി. ഏറെ വൈകാരികമായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. സച്ചിനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ കാംബ്ലി മദ്യപിച്ചിരുന്നോ? അങ്ങനെയൊരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്നാൽ കാംബ്ലി മദ്യപിച്ചിരുന്നില്ല എന്നാണ് സുഹൃത്ത് മർക്കസ് കോട്ട പറയുന്നത്. ക്രിക്കറ്റ് പരിശീലകനായിരുന്ന രമാകാന്ത് അച്രേക്കറുടെ ശിഷ്യന്മാരാണ് മുംബൈയിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ വെച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കറും വിനോദ് കാംബ്ലിയും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. വിനോദ് കാംബ്ലി സച്ചിൻ ടെണ്ടുൽക്കറുടെ കൈ മുറുകെ പിടിച്ച് ഏറെ നേരം സംസാരിക്കുകയും സംഘാടകർ ആവശ്യപ്പെട്ടിട്ടും സച്ചിൻ്റെ കൈ വിടാതിരിക്കുകയും ചെയ്തിരുന്നു. സച്ചിനോട് സംസാരിക്കുന്നതിനായി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന കാംബ്ലി അതിന് സാധിക്കാതെ കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും കാംബ്ലി മദ്യപിച്ചിട്ടാണോ ചടങ്ങിനെത്തിയെന്ന സംശയം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വിശദീകരണമായി കാംബ്ലിയുടെ അടുത്ത സുഹൃത്ത് തന്നെ രംഗത്തെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിനോദ് കാംബ്ലി ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹം മദ്യപിച്ചിട്ട് 1 വർഷത്തോളമായെന്നും മാർക്കസ് കോട്ടോ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. സച്ചിനെ കാണുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല. വിനോദ് കാംബ്ലി മദ്യം തൊട്ടിട്ട് 1 വർഷത്തോളമായി. സച്ചിനെ കണ്ടപ്പോൾ അദ്ദേഹം ഏറെ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. സച്ചിനുമായി നന്നായി സംസാരിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കാനും സച്ചിനെ കാണാനും ഏറെ ആവേശത്തോടെയാണ് കാംബ്ലി വേദിയിലെത്തിയത്, മർക്കസ് പറഞ്ഞു. കാംബ്ലി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.